SDPIക്ക് പണം വന്ന വഴി ED കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പണം വലിയ തോതിൽ വിദേശത്തുനിന്ന് വന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? SDPI നിരോധിക്കുമോ? അതോ കേന്ദ്ര സർക്കാർ ഇവിടെ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുമോ? എന്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിരോധനം അസാധ്യമാണെന്ന് പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ വളരെ വ്യക്തമായില്ലേ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒന്നാം തരം വകഭേദം തന്നെയാണ് SDPI എന്നുള്ളത്. ഈ SDPIയെ ഇത്രയും റെയ്ഡ്, അതുപോലെ തന്നെ ഉയർന്ന ഒരു നേതാവിനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോഴാണ് ചില നിയമവിരുദ്ധമായിട്ടുള്ള ഫണ്ട് ഇവർ സ്വരൂപിച്ചിരിക്കുന്നു, അത് ഇന്ത്യയിലേക്ക് കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം EDക്ക് ലഭിക്കുകയും ചെയ്തു. തെളിവുകളും കിട്ടി. അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നതിൻ്റെ രേഖകൾ, അതുപോലെ ഏതാണ്ട് 32 കോടി പണമായിട്ടും ക്യാഷായിട്ട് തന്നെ കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? ഈ പോപ്പുലർ ഫ്രണ്ടിനോ അല്ലെങ്കിൽ SDPIയുടെ ആൾക്കാർക്കോ സുഖമായി ജീവിക്കാനൊന്നുമല്ല കൊണ്ടുവന്നത്. അതെ, ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ഇതിന് വിദേശ ഫണ്ടിങ് നല്ല പോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ തീവ്രമായ ഈ സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന പോപ്പുലർ ഫണ്ടിനെയാണ് രാജ്യം നിരോധിച്ചത്. അവരുടെ കൃത്യമായ വകഭേദമാണെന്നുള്ളത് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ടും ഇവരെ ഇത്രയും കാലം ചുമന്നുകൊണ്ട് നടന്നല്ലോ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കൃത്യമായിട്ട് CPMനും കോൺഗ്രസിനും ഇതിനകത്ത് ബന്ധം ഉണ്ട്. ഇപ്പോൾ ആരുടെ ചുമരിലാണ് ഇവർ ഇരിക്കുന്നത്? പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവർ കോൺഗ്രസിന്റെ ഇതിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് ഒരു സീറ്റ് SDPI ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്? കോൺഗ്രസിന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പൊ ഇവർക്ക് അനുകൂലമായിട്ടുള്ള തിരുവനന്തപുരത്ത് നേമത്ത് വളരെ പരസ്യമായാണ് അവർ LDFനും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും വേണ്ടി ഇറങ്ങിയത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ 10,000 വോട്ടുണ്ട്, കൃത്യമായ സംഖ്യയാണ്, 10,000-ത്തിലധികം വോട്ടുണ്ട്, അത് വളരെ കൃത്യമായി LDFന് കൊടുക്കും BJP ജയിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞ് പ്രവർത്തിച്ച ആൾക്കാരാണ് അവർ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 29 അക്കൗണ്ടുകളിൽ നിന്നായിട്ട് 262 കോടി രൂപ ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ്. ഇത് വിദേശത്തു നിന്ന് വന്ന പണം എന്നാണ് അവർ പറയുന്നത്, ED നൽകുന്ന വിവരം. ഇത് ഇവരിവിടുന്ന് വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ ഉപയോഗിച്ച് ചാരിറ്റിയുടെ പേരിൽ ഇവിടെ വ്യക്തികളിലേക്ക് ഫണ്ട് വരികയും ചെയ്യുന്നു. ആ ഫണ്ട് വ്യക്തികൾ പിന്നീട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യും. അങ്ങനെയാണ് ഈ ചാരിറ്റിയുടെ പേരിലാണ് ഒരു വളഞ്ഞ വഴിയിലൂടെ ഈ ഫണ്ട് സ്വരൂപിച്ചിരിക്കുന്നത്. ഈ 262 കോടി രൂപ ഇവർക്ക് കിട്ടിയത്. ഇത് 2009 മുതൽ 2022 വരെയുള്ള കണക്കുകളാണ് അവർ പറയുന്നത്. നമുക്കറിയാം 2022 കാലത്തൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. എന്തായാലും അങ്ങനെ വന്ന പണം ഇവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു, ചെലവഴിച്ചു എന്നാണ് ED പറയുന്നത്. ഇപ്പം ഇവർ പറയുന്നുണ്ടല്ലോ, ഓരോ മണ്ഡലത്തിലും അവർക്ക് ഇത്ര വോട്ടുണ്ടെന്ന്. ഇപ്പം നേമത്ത് അവർ പറഞ്ഞു 10,000 വോട്ട്. ആ 10,000 വോട്ടും അവർക്ക് ചോർന്നു പോകില്ല. അത് കൃത്യമായിട്ട് അവരുടെ അടുക്കൽ തന്നെ പറയുന്ന പെട്ടിയിൽ വീഴുമെന്നുള്ളതാണ്. ഇപ്പം മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കോ സമുദായത്തിനോ ഇത്ര വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വോട്ട് അവിടെ ചെയ്യണമെന്നില്ല. അത് മുഴുവൻ അവരുടെ പറയുന്ന പെട്ടിയിൽ വീഴണമെന്നും ഇല്ല. പക്ഷേ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിനകത്ത് വീണിരിക്കും. ആ 10,000-ഉം 10,000-ത്തൊന്നായിരിക്കും അവിടെ വീഴുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാലക്കാട്ട് തന്നെ വളരെ നിർണായകമായില്ലേ SDPI? ഇപ്പോഴെന്താ ഈ കോൺഗ്രസ്സുകാരോ CPMകാരോ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ വന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നില്ല? ഒരക്ഷരം ഒന്നും പറഞ്ഞിട്ടില്ല. അതിൽ ഇവർക്ക് അതൃപ്തിയുണ്ട് SDPIക്ക്. കാരണം ആവശ്യങ്ങൾക്ക് തങ്ങളെ ഉപയോഗിച്ചു വേണ്ട തരത്തിൽ. എന്നിട്ട് ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താൻ
ഒന്നുമല്ലെങ്കിൽ ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയോട് ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് CPM-നോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇരു മുന്നണികളിലുമുള്ള ഘടകകക്ഷികൾക്കോ പ്രതികരിക്കാമായിരുന്നു. ഒരു ഘടകകക്ഷികൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായ തീവ്ര സ്വഭാവം ഉണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ഇരു മുന്നണികൾക്കും അറിയാം. അതിൽ കയറി തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നും അറിയാം. അതുകൊണ്ടാണ് അവർ പ്രതിഷേധത്തിലേക്ക് പോകാത്തത്. പിന്നെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ പ്രതികരിക്കുന്നത്, അവരും പ്രതികരിച്ചിട്ടില്ല. സാംസ്കാരിക നായകന്മാരെപ്പോഴും പ്രതികരിക്കുന്നത് പാർട്ടി പറയുന്നതനുസരിച്ച് മാത്രമേ കുരയ്ക്കാറുള്ളൂ, അല്ലാതെ കുരയ്ക്കത്തില്ല. അപ്പോൾ പിന്നെ വയനാട്ടിൽ പിണറായി എടുത്തു പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ SDPI-യുടെയും ഈ ജമായത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരികയും അവരുടെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ ലീഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. സംഘപരിവാർ പറയേണ്ട കാര്യമാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സാർ, ഇവരെ നിരോധിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോൾ നമ്മൾ നിയമപരമായിട്ട് നിയമവിദഗ്ധർ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ച ചരിത്രം ഇന്ത്യയിലില്ല. അതിന് നമുക്ക് നിയമങ്ങളൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ അത്ര പെട്ടെന്ന് അങ്ങ് നിരോധിക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ സാധിക്കുമോ? പിന്നെ കേന്ദ്ര സർക്കാരാണ്, അമിത്ഷായാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ആർട്ടിക്കിൾ 370 കാണാനില്ലായിരുന്നു കാശ്മീരിലെ. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമോ? അത് പാടില്ല. നാളെ CPM-കാർ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ പിടിച്ചാകത്തിടത്തില്ലേ? അല്ലെ കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞാൽ? അപ്പോൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ വേണമെങ്കിലും പ്രവർത്തിക്കാം എന്നുള്ള ലൈസൻസ് അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ ഭേദഗതി കൊണ്ടുവരാം. അല്ല, നടപടികൾ വരും, അത് തീർച്ചയായും നടപടികൾ വരും. ഇവരുടെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒക്കെ തൂക്കിയെടുക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇവരെയൊക്കെ സംരക്ഷിക്കും അപ്പോഴും. കാരണം ഇതിലൂടെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, മുസ്ലിം സമുദായത്തിന്റെ വോട്ട് സമാഹരിക്കാനായിട്ട് ഈ രണ്ട് മുന്നണികളും തയ്യാറെടുക്കും. ഇപ്പോൾ രണ്ട് മുന്നണികൾക്കും വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ PFI നിരോധനവും SDPIക്കെതിരായ നടപടികളും. കാരണം ഈ ന്യൂനപക്ഷങ്ങളെ, നിങ്ങളെ രക്ഷിക്കാൻ ഇനി പോപ്പുലർ ഫ്രണ്ടോ SDPIയോ ഒന്നും വരില്ല. അവരെല്ലാം BJP അടിച്ചൊതുക്കി, മോദി അവരെ വിഴുങ്ങി, അവരെ പീഡിപ്പിച്ച്, അവരെ അടിച്ചമർത്തി, ഭരണകൂട ഭീകരതയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷ ഞങ്ങളോടൊപ്പം വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. ഈ ഒരു പ്രചരണമാണ് രണ്ട് മുന്നണികളും ഇനി അഴിച്ചുവിടാൻ പോകുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ അഴിഞ്ഞാടിയില്ലേ? അഴിഞ്ഞാടിയപ്പോൾ ഇവരെന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തു? തൊടുപുഴ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈ വെട്ടിയപ്പോൾ അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി ഉണ്ടല്ലോ, വലിയ പോളിറ്റ് ബ്യൂറോ വലിയ കക്ഷിയല്ലേ അദ്ദേഹം, കേരളത്തിൻ്റെ സാംസ്കാരിക നായകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ആളാണ്. പിന്നെ ഞാനാണ് വിദ്യാഭ്യാസ വകുപ്പിനെ അങ്ങ് എന്തോ അങ്ങ് മെച്ചപ്പെടുത്തി, രണ്ടാം മുണ്ടൻ എന്ന് സ്വയം ഞെളിഞ്ഞു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ സാംസ്കാരികം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണെന്ന്. അതിൻ്റെ ഹോൾസെയിൽ കച്ചവടക്കാരൻ എന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. പറയുന്നത് ആർക്കും മനസ്സിലാകത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. CPM-ലെ 1-2 പേര് പറയുന്നത് ആർക്കും മനസ്സിലാകത്തില്ല. സൈദ്ധാന്തിക ആചാര്യനായ മറ്റൊന്ന് കളമശ്ശേരിയിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന രാജീവ് അല്ലേ, നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി, ഇവർ MA ബേബി, രണ്ടുപേരും പറയുന്നത് മനസ്സിലാകത്തില്ല. അന്ന് ഈ കൈവെട്ടിയപ്പോൾ സമയത്ത് MA ബേബി പറഞ്ഞത് മണ്ടൻ എന്നാണ് പറഞ്ഞത്, ആ ചോദ്യമിട്ട. അപ്പോൾ നോക്കണേ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ സംരക്ഷിച്ച് നിർത്തിയത് അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന് പറയുമ്പോൾ സകല ഹൈന്ദവരും ക്രിസ്ത്യാനികളുമാണ് ഭയന്നത്. കുന്തിരിക്ക എവിടെയാണ് ഉപയോഗിക്കുന്നത്? പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അരിയും മലരും. അപ്പോൾ ഇങ്ങനെ തൻ്റെ ഇടത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയ ഒരു തീവ്രവാദ സംഘടനകളെ കൊണ്ടു നടന്നത് ആരായിരുന്നു? ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള
ഈ ഫണ്ടിങ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇതൊരു ദിവസം, ഈ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്നും തുടങ്ങിയതല്ലല്ലോ. നാളുകളായിട്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലം മുതലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ കേരളം വളരെ സേഫായിട്ടുള്ള താവളമാണ് ഇതിനൊക്കെ എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് പല പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലല്ലായിരുന്നു. ഇവിടെ തന്നെ എല്ലാവരും തിഹാർ ജയിലില്ല. SDPIയുടെ പരിശോധന നടത്തിയപ്പോൾ കേരളത്തിൽ 2 ഇടത്താണ്, തിരുവനന്തപുരത്തും മലപ്പുറവുമാണ് പരിശോധന നടത്തിയത്. അപ്പോൾ ഈ തരത്തിലുണ്ടായ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ രാജ്യത്തിന് ദോഷകരമായിട്ടുള്ളതാണ്. ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ഭേദഗതി വന്ന് SDPIയെയും നിരോധിക്കും, ഇതിനെ എല്ലാത്തിനെയും തൂത്തുവാരി എടുത്ത് അകത്തിടും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്.